അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടൊരു പഞ്ഞി പോലത്തെ അപ്പം ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ നമുക്കിത് ദോശന്നോ അപ്പന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ നമ്മുടെ അപ്പം. കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ പഞ്ഞി പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 ടീസ്പൂണ് എണ്ണ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അത് പഞ്ഞി പോലെയാണ് നമ്മുടെ അപ്പം. നല്ല ആരെടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് ചോറ് എടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. സാധാ പച്ചരിപ്പൊടിയാണ്. കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. ഇനി വറുത്ത പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ അതപ്പോൾ നമുക്ക് അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാകും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ബൗളിലിട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിക്കണെന്ന് വെച്ചാൽ വേഗത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3ാമത്തെ കപ്പ് വെള്ളത്തിൽ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. പിന്നെ ഞാനിതിൽ കുറച്ച് ലൂസിലാണ് മാവ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കനത്തിൽ ചിലവർക്ക് അപ്പം ഇഷ്ടാവും. നല്ല ഇങ്ങനെ പൊന്തി നിൽക്കുന്ന മോഡൽ അതെനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസിലാണ് കേട്ടോ മാവ് എടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള വെള്ളം ഈ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് വേണമെന്ന് നിർബന്ധമല്ല. നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്. പഞ്ചസാര 1/2 ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റും പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. ഇത്ര മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതേപോലെയാണ് വെച്ചാൽ ഒന്ന് കനത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ മതിയെങ്കിൽ മാവ് എനിക്കത്ര കനമില്ലാണ്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനിതിൽ കുറച്ചുകൂടി 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇത് പൊന്തി കിട്ടും. 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ പൊന്തി കിട്ടും ചെയ്യും. നമ്മൾ റൈസ് കുക്കറിലാണ് അല്ലാണ്ടാണ് വെച്ചെടുക്കുന്നത് വെച്ചാൽ 1.5 മണിക്കൂർ വെച്ചെടുക്കണം. പിന്നെ പതഞ്ഞ് പൊങ്ങി അത് ഇളക്കിയെടുക്കുമ്പോൾ അത് താന്ന് പോകും. ഇതിങ്ങനെയാണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതഞ്ഞ് പൊങ്ങി പോവില്ല. എന്നാൽ നമുക്ക് നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. 1/2 മണിക്കൂർ കൊണ്ട് നമുക്കിത് നന്നായി പൊന്തി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ വേറെ ഒന്നും വെച്ച് കൊടുക്കണമൊന്നുമില്ല. വെള്ളമോ ഒന്നും വെച്ച് കൊടുക്കണില്ല. അതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമ്മൾ ആട്ടുമ്പോൾ നമ്മൾ വെള്ളം ചുടുവെള്ളമല്ല പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മിക്സിയുടെ ജാറിൽ അരക്കുമ്പോൾ തന്നെ അത് ചെറുതായി ചൂടായി വരും. നമ്മൾ നന്നായി പേസ്റ്റ് പോലെ അരക്കുമ്പോൾ തന്നെ അത് ചൂടായി വരും കേട്ടോ. ആ ചൂട് മതി. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല പൊന്തി പതഞ്ഞ് പോയിട്ടുമില്ല. എന്നാൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതാവുമ്പോൾ നമ്മൾ എത്ര ഇളക്കി കൊടുത്താലും നമുക്ക് താന്നു പോകില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ദോശ പോലെ പരത്തിയെടുക്കാം. ഞാൻ അങ്ങനെ പരത്തിയെടുക്കണില്ല. നമ്മൾ ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു തവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ബബിൾസ് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ബബിൾസ് ആക്കി എടുക്കണമില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ അടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി ബബിൾസ് വന്നതിന് ശേഷം അടച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ വെച്ചാലും ബബിൾസ് വരും. പക്ഷേ എന്നാലും നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് നല്ല ബബിൾസൊക്കെ വന്നതിന് ശേഷം അടച്ചു വെക്കുക. ഞാനിത് ഒഴിച്ച പാടെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാ നമ്മുടെ അടിപൊളി അപ്പം ഇവിടെ റെഡിയായി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. അസ്സലാമു